നമുക്കൊപ്പം സംവിധായകൻ ആഷിഖ് അബു ചേരുകയാണ്. ഗുഡ് ആഫ്റ്റർനൂൺ ശ്രീ ആഷിഖ് അബു. ചില ശുദ്ധികലശങ്ങൾക്കൊക്കെ തുടക്കമായി എന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും നല്ല കാര്യങ്ങളല്ലേ നടക്കുന്നത്. ഒരു ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഒരു ഭരണസമിതി മാറി നിൽക്കുന്നു. കൂടുതൽ ജനാധിപത്യപരമായിട്ടൊരു പുതിയ ഭരണസമിതിയെ അവർ സ്വാഗതം ചെയ്യുന്നു. ഇതൊക്കെ നല്ല കാര്യങ്ങളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഒരു ഭാഗത്തു നിന്ന് കേൾക്കുന്നത് 2 മാസത്തേക്കെന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ഈ വെടിയും പുകയും ഒക്കെ ഒന്ന് തീരട്ടെ, ആക്ഷൻ സിനിമയാകുമ്പോൾ അടുത്ത സീൻ വരട്ടെ എന്ന് വെച്ച് കാത്തിരിക്കുന്നതാണോ? നമുക്ക് കുറച്ച് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ തോന്നുന്നു. ഞാൻ അങ്ങനെയൊരു വാദം കൂടി കേട്ടതുകൊണ്ട് അങ്ങയുടെ ശ്രദ്ധയിലേക്ക് അത് പെടുത്തിയതേ ഉള്ളൂ. ഇപ്പോൾ അമ്മയെ നവീകരിക്കാനും ശക്തിപ്പെടുത്താനും കെൽപ്പുള്ള പുതിയൊരു നേതൃത്വം അമ്മയ്ക്കുണ്ടാകുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ രാജിപ്രഖ്യാപനം അവസാനിക്കുന്നത്. തീർച്ചയായിട്ടും അത് തന്നെ സംഭവിക്കുന്നത് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും നമുക്ക് ഈ ദിവസങ്ങളിൽ നടന്ന കാര്യങ്ങളിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം അവിടെ അഭിപ്രായങ്ങൾ എല്ലാവരും ഭയമില്ലാതെ തുറന്നു പറയാൻ തുടങ്ങിയിരിക്കുന്നു, കാര്യങ്ങൾ വിശകലനം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. കുറെക്കൂടെ ജനാധിപത്യം കടന്നു വരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജനാധിപത്യത്തിന്റെ ഒരു വെളിച്ചം പതിയെ ഈ താരസംഘടനയുടെ ജനലുകളിലൂടെ അകത്തേക്ക് കടക്കുന്നുണ്ടല്ലേ എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം അവിടെ ഇപ്പോ മുമ്പൊക്കെ ഈ സംഘടനയുടെ പല അഭിപ്രായങ്ങളും ഏകപക്ഷീയമായിട്ട് തോന്നും നമുക്ക്, ഇപ്പൊ നമ്മൾ പൊതുസമൂഹത്തിൽ നോക്കുന്ന സമയത്ത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. അവിടെ അഭിപ്രായങ്ങളുണ്ട്, എതിരഭിപ്രായങ്ങളുണ്ട്, ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇനി വരാൻ പോകുന്ന ഭരണസമിതി ആണെങ്കിലും ഇതുവരെ നടന്നു പോയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ഒരു കറക്ഷൻ സ്വീകരിച്ചുകൊണ്ടും അത് ഉൾക്കൊണ്ടുകൊണ്ടും മുന്നോട്ട് വരുന്നത് തന്നെയാണ് നമുക്ക് വളരെ ശുഭപ്രതീക്ഷയോടുകൂടി കാത്തിരിക്കാവുന്ന ഘട്ടം എത്തിയെന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ ആഷിഖ് അബു, ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമാണല്ലോ ഈ മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങിയത്. ഇനിയിപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ഫൈൻഡിങ്സ്, റെക്കമെൻഡേഷൻസ് അതൊക്കെ നടപ്പാക്കണമെങ്കിൽ ശക്തമായ ഒരു വനിതാ നേതൃത്വം പോരെ? അതുകൂടി വരേണ്ടതല്ലേ AMM എന്ന താരസംഘടനയ്ക്ക്? പേരിന് എക്സിക്യൂട്ടീവിൽ 1-2 പേരുണ്ടാകുന്നതിനേക്കാൾ നയിക്കാൻ ഒരു വനിത വരട്ടെ. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കൂടി, ഒരു വിപ്ലവകരമായ ഒരു ചുവടുവയ്പ് കൂടി നടത്തിക്കൂടെ? തീർച്ചയായിട്ടും അതുപോലെ ആ സംഘടനയോട് പ്രതിഷേധിച്ച് സ്വന്തം സഹപ്രവർത്തക ആക്രമിക്കപ്പെട്ടപ്പോ ആ കുട്ടിയുടെ കൂടെ നിൽക്കാൻ വേണ്ടി അവിടെ നിന്ന് ഇറങ്ങിപ്പോന്ന 2-3 ആക്ടേഴ്സ് ഉണ്ട്. നമുക്ക് അവരെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരെ തിരിച്ചു വിളിച്ചുകൊണ്ട് ആ ഒരു കറക്ഷൻ കൂടി ഈ സംഘടന നടത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനിയിപ്പോൾ 2 മാസം അഡ്ഹോക് കമ്മിറ്റിയാണ്. ഇപ്പോൾ ഉയർന്ന ആരോപണങ്ങളിൽപ്പെട്ട ആളുകളുണ്ട്. അതിൽ ചിലതൊക്കെ പോലീസിലേക്ക് പരാതിയായി തന്നെ പോയിട്ടുണ്ട്. അവരെല്ലാവരും അന്വേഷണം നേരിടുകയും ഇനി ആരോപണത്തിൽ നിന്ന് മുക്തരാകുന്നതുവരെ, അവർ കുറ്റാരോപിതരാണിപ്പോൾ, കുറ്റം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കപ്പെടുന്നതുവരെ അവരൊക്കെ ഇനി പുതുക്കുന്ന ഭരണസമിതിയിലേക്ക് വരാതിരിക്കുന്നതല്ലേ നല്ലത്? അതൊക്കെ ഒരു സംഘടന നയപരമായിട്ട് എടുക്കേണ്ട ഒരു തീരുമാനമാണെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഓൾറെഡി ഈ സംഘടനക്ക് ബൈലോ ഉണ്ട്. എനിക്കറിയില്ല അതിനെപ്പറ്റി. ഇത് അവരുടെ ആഭ്യന്തര കാര്യം കൂടിയാണ്. അപ്പൊ സംഘടന മുന്നോട്ട് പോകുന്ന സമയത്ത് ഇത്തരം നയപരമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടെയുള്ള ചർച്ച നടന്നുകൊണ്ടായിരിക്കും ഇവർക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റുക എന്ന് തോന്നുന്നു. ഉദാഹരണത്തിന് ഇത്തരം ഒരു ആരോപണം നേരിടുന്ന ഒരാൾ അങ്ങനെ ആരോപണം നേരിടുകയാണെങ്കിൽ എന്ത് ചെയ്യണം എന്നൊക്കെയുള്ള സാധാരണ ജനാധിപത്യ സംഘടനകളിലൊക്കെ ഉള്ള നയപരമായിട്ടുള്ള ചില ചർച്ചകളും തീരുമാനങ്ങളും കൂടെ ഒക്കെ എടുത്ത് മുന്നോട്ട് പോയാൽ എന്റെ അഭിപ്രായത്തിൽ അത് ഗംഭീര ഒരു സംഘടനയാണ്. അതിൽ ഒരുപാട് അംഗങ്ങളുണ്ട്. ഒരുപാട് പേർക്ക് അത് ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു സംഘടനയും കൂടിയാണ്. അപ്പോൾ അതിലിപ്പോൾ 506 പേരുണ്ട്. 506 പേരെയും ഒരുപോലെ കാണുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിലേക്ക് കൂടുതലായി പുറത്തുനിന്ന് ഇനിയും വരുന്ന ആളുകളെ, ഒഴിവായി പോയ ആളുകളുണ്ട്. 95 അംഗത്വം എടുത്ത് അപ്പോൾ തന്നെ ഒഴിഞ്ഞുവെന്നാണ് ഗായത്രി വർഷ പറഞ്ഞത്. അപ്പോൾ ഈ സംഘടനയുടെ നടപടിക്രമങ്ങളോട് യോജിപ്പില്ലാതെ വിട്ടുപോയവരുണ്ട്. അവരെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടൊരു പുതുക്കൽ അത് താരസംഘടനയ്ക്ക് ആവശ്യമാണല്ലേ ശ്രീ ആഷിഖ് അബു? തീർച്ചയായിട്ടും ഇപ്പോ ഷമ്മി തിലകനെ പോലുള്ള ആളുകളൊക്കെ അവിടെ പ്രശ്നങ്ങളുടെ പേരിൽ എതിർ അഭിപ്രായം ഉണ്ടായി എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തെയൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തെ തിരിച്ചു വിളിക്കണം ഈ സംഘടന. ആരെയൊക്കെ വിലക്കിയിട്ടുണ്ടോ അവരെയൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടോ അതാണ് സത്യത്തിൽ ആദ്യം. ആ തെറ്റ് തിരുത്തുകയാണ് ഈ സംഘടന ആദ്യം ചെയ്യേണ്ടത്. ഇവിടുന്ന് പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോയ ആളുകളൊക്കെ അവരെയും കൂടെ എതിർ ശബ്ദങ്ങളെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് മാതൃകാപരമായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു അന്തരീക്ഷം ഇപ്പോൾ രൂപപ്പെട്ടിട്ടുണ്ട്. അത് ആ സംഘടനയിലെ അംഗങ്ങൾ കൃത്യമായി ഉപയോഗിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.
ഈ പവർ ഗ്രൂപ്പ് അങ്ങനെയുള്ള പരാമർശങ്ങളൊക്കെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ടായിരുന്നു. അതിനുമൊക്കെ ഒരു അറുതി വന്നാലല്ലേ മലയാള സിനിമയിൽ പൂർണ്ണമായും ഒരു ശുദ്ധികലശം നടന്നുവെന്ന് കരുതാൻ കഴിയൂ. കുറേ ആളുകൾക്ക് സിനിമ ഇല്ലാതാകുന്നു, ചില ആളുകൾക്ക് താല്പര്യം ഉണ്ടായില്ല എങ്കിൽ പിന്നെയുള്ള സിനിമകളിൽ അവസരം നഷ്ടമാകുന്നു, സീനുകൾ കട്ട് ചെയ്യപ്പെടുന്നു. അതൊക്കെയാണ് ഇതുവരെ വന്ന വെളിപ്പെടുത്തലുകളുടെയൊക്കെ ഒരു രത്ന ചുരുക്കം. അതെ, തീർച്ചയായിട്ടും. ഇപ്പൊ ഇന്നലെ പൃഥ്വിരാജ് പറഞ്ഞ പോലെ തന്നെ ഇത് അതോറിറ്റി ഉള്ള ആളുകൾ, ഒരു അതോറിറ്റേറിയൻ പൊസിഷനിലിരുന്ന് ഒന്നോ രണ്ടോ ആളുകൾ തീരുമാനിക്കുകയും അത് നിരോധനവും വിലക്കുമായിട്ട് രൂപപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ഇവിടെ. അത് മാറണം. ഇപ്പോ ചില ഡിസിപ്ലിനറി ആക്ഷൻസ് ചിലപ്പോ ചില ആളുകൾക്ക് എതിരെ എടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ അത്തരം കാര്യങ്ങളിലൊക്കെ കുറെക്കൂടെ വ്യക്തമായിട്ടുള്ള നിയമാവലിയൊക്കെ ഉണ്ടാക്കാനും ഒക്കെ ഉള്ള ഒരു സന്ദർഭമായിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ് ആ സംഘടനയ്ക്ക്.